എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. കാശ്മീരിലെ പഹൽഗാമിനെ പറ്റി അറിയാത്ത ഒരു മലയാളിയും കാണത്തില്ല. കാരണം 2025 ഏപ്രിലിൽ ഇവിടെയായിരുന്നു ഭീകരവാദി ആക്രമണം നടക്കുകയും കുറേ ആൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തത്. ആ പഹൽഗാമിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതാണ് പഹൽഗാം ടൗൺ. ഇവിടെ വരെ മാത്രമേ ടൂറിസ്റ്റ് വാഹനങ്ങൾ വിടുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ പോകുന്നത് പഹൽഗാമിലെ 2 പ്രധാന താഴ്വരകളിലേക്കാണ്. ഒന്ന് ബിറ്റാബ് വാലി, രണ്ടാമത്തേത് ആറു വാലി. ഇവിടെ നിന്ന് നമ്മൾ ലോക്കലി അവൈലബിളായ വണ്ടികളിൽ ബിറ്റാബ് വാലിയിലേക്ക് പോകണം. ഏകദേശം 7.5 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ബിറ്റാബ് വാലിയിലേക്കുള്ള ദൂരം. കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പഹൽഗാം. ബിറ്റാബ് വാലി ടാക്സി സ്റ്റാൻഡാണിത്. ഇവിടെ നിന്ന് ഗേറ്റും കടന്നാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്, വാലിയിലേക്ക് പോകുന്നത്. ഇതാണ് ബിറ്റാബ് വാലി. അന്ന് ആക്രമണം നടന്ന ആ സ്ഥലം, അതായത് ബൈസരൺ വാലി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അടച്ചിട്ടാണുള്ളത്. സെക്യൂരിറ്റി റീസൺ കാരണം അങ്ങോട്ടേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകളെ വിടുന്നില്ല. ആടിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇവിടെ ക്യൂ ആണ്. ബിറ്റാബ് വാലിയുടെ ശരിയായ പേര് ഹാജൻ വാലി എന്നായിരുന്നു. 1983 സണ്ണി ഡിയോളും അമർദാസ് സിംഗും അഭിനയിച്ച ബിറ്റാബ് എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഈ സ്ഥലത്തെ ബിറ്റാബ് വാലി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പോകാൻ ഏറ്റവും നല്ല സമയം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ഞാനുള്ളത് ഏപ്രിലാണ്. ഏപ്രിലാകുമ്പോഴേക്കും ഇവിടുത്തെ മഞ്ഞുകളൊക്കെ ഒരുവിധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഇവിടെ നല്ല രസമാണ് കാണാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അകത്ത് കയറാൻ ടിക്കറ്റ് ഉണ്ട്. ഒരുവിധം നല്ല തിരക്കാണ് ഇവിടെ. മഞ്ഞുമൂടിയ ബിറ്റാബ് വാലി കാണാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തന്നെ ഇവിടെ വരണം. ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും മറ്റ് പല സ്ഥലങ്ങളിലും മഞ്ഞുണ്ടെങ്കിലും ഇവിടെ മഞ്ഞ് വീഴ്ചയൊന്നും കാണാനില്ല. ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കാണ് ഇവിടെ. ഈ നദിയുടെ പേരാണ് ലിഡർ നദി. ലംബോദരി എന്ന സംസ്കൃത വാചകം ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോഴാണ് ലിഡർ നദിയായി മാറിയത്. ലംബോദരി നദി എന്നായിരുന്നു ഇതിൻ്റെ ശരിയായ പേര്. ജലം നദിയുടെ ഒരു പോഷക നദിയാണ് ലിഡർ റിവർ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാശ്മീരിലെ മഞ്ഞുകാലം തന്നെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. ഇപ്പോൾ ഇവിടെ മഞ്ഞൊന്നും കാണാനില്ല. അങ്ങ് മലമുകളിൽ മാത്രമേ മഞ്ഞ് കാണാൻ കഴിയുകയുള്ളൂ. സെക്യൂരിറ്റി റീസൺ കാരണം ഉള്ളോട്ടൊന്നും ഇവിടെ പ്രവേശനമില്ല. പല സ്ഥലത്തും ഇരുമ്പ് വേലി വെച്ച് കെട്ടിയത് നമുക്ക് കാണാം. ഇവിടെയൊക്കെ പോലീസുകാരും മിലിറ്ററിയും BSFകാരും കാവലുണ്ട്. ബിറ്റാബ് വാലിയിൽ നിന്നും ഏകദേശം 31 കിലോമീറ്ററാണ് ആറു വാലിയിലേക്കുള്ള ദൂരം. ബിറ്റാബ് വാലിയിൽ നിന്നും ആറു വാലിയിലേക്കുള്ള റോഡ് ശരിക്ക് പേടിയാവുന്ന റോഡുകളാണ്. മലഞ്ചെരിവുകൾ കൂടിയുള്ള റോഡുകൾ ആണെല്ലാം. അവിടെ നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. ഏകദേശം 31 കിലോമീറ്ററാണ് ബിറ്റാബ് വാലിയിൽ നിന്നും ആറു വാലിയിലേക്കുള്ള ദൂരം. പല സ്ഥലത്തും സൈഡ് വാളൊന്നും ഇല്ല, കെട്ടാത്ത വീതി കുറഞ്ഞ റോഡുകളാണ്. ശരിക്കും പേടിയാവും പോകുമ്പോൾ. ഇതാണ് ആറു വാലി. ചുറ്റുപാടും മലകൾക്കിടയിലുള്ള ഒരു താഴ്വരയാണ് ആറു വാലി. മഞ്ഞും മൂടിയ ചുറ്റുമുള്ള മലകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച. ഇവിടെ ഹോട്ടലുകളുമുണ്ട്. മിക്കവാറും സഞ്ചാരികളും ശ്രീനഗറിൽ താമസിച്ച് പഹൽഗാമിലേക്ക് യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.